ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. അഞ്ച് ശതമാനം സാധാരണ പലിശ നിരക്കിൽ 5% സാധാരണ പലിശ നിരക്കിൽ 5% സാധാരണ പലിശ നിരക്കിൽ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഒരു തുക ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? 20 അല്ലെ? 20 years. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് നിങ്ങൾക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ല, അപ്പൊ ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. സാധാരണ പലിശയിലും വരും, കൂട്ടുപലിശയിലും വരും. സാധാരണ പലിശയില് ഇതുപോലെ ഇതെങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇരട്ടിയാകാൻ, അല്ലെങ്കിൽ 2 ഇരട്ടിയാകാൻ, 3 ഇരട്ടിയാകാൻ, 4 ഇരട്ടിയാകാൻ, 5 ഇരട്ടിയാകാൻ, 10 ഇരട്ടിയാകാൻ, 20 ഇരട്ടിയാകാൻ. അപ്പൊ ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമ്പം ഒന്ന് തരും, മറ്റേത് കണ്ടുപിടിക്കണം. അതായത് പലിശ നിരക്ക് തരും, വർഷം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വർഷം തരും, പലിശ നിരക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ വർഷം തരും എന്നിട്ട് പലിശ നിരക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പലിശ നിരക്ക് തരും, വർഷം കണ്ടുപിടിക്കണം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് ചോദിക്കും. ഓക്കെ, അപ്പൊ അതില് 2 ഇരട്ടി എന്നാണ് പറയുന്നതെങ്കിൽ 2 ഇരട്ടി എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ നമ്പർ 100 ആണ്. 3 ഇരട്ടി എന്നാണെങ്കിൽ 3 ഇരട്ടി എന്നാണെങ്കിൽ നമ്മുടെ നമ്പർ 200 ആണ്. 4 ഇരട്ടി എന്നാണെങ്കിൽ നമ്മുടെ നമ്പർ 300 ആണ്. അപ്പൊ അങ്ങനെ പോയി ഒരു 20 ഇരട്ടി ആണെങ്കിൽ വേണ്ട, 20 ഇരട്ടി വേണ്ട, ഒരു 9 ഇരട്ടി 9 ഇരട്ടി ആണെങ്കിൽ നമ്മുടെ നമ്പർ എത്രയാണെന്ന് അറിയാവോ? 800 ആയിരിക്കും. അപ്പൊ കണക്ഷൻ മനസ്സിലായോ? 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ 100, 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ 200, 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് കുറഞ്ഞിട്ട് 300, 9 ഇരട്ടി എന്ന് പറഞ്ഞാൽ 800. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു നമ്പർ. എന്നിട്ട് ഇനി ചോദിക്കുന്നത് 6 കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ 100/n എടുക്കണം. അതുപോലെ n കണ്ടുപിടിക്കാനാണെങ്കിൽ 100/r എടുക്കണം. അതേപോലെ ഇവിടെ 6 കണ്ടുപിടിക്കാനാണെങ്കിൽ 200/n എടുക്കണം. ഇവിടെ ആണെങ്കിൽ 200/r എടുക്കണം. അതേപോലെ ഇവിടെ 300/n എടുക്കണം. ഇവിടെ ആണെങ്കിൽ 300/r എടുക്കണം, n കണ്ടുപിടിക്കാം. ഇതേപോലെ അവിടെ 800/n എടുക്കണം. ഇവിടെ ആണെങ്കിൽ 800/r എടുക്കണം. അപ്പൊ ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ പലിശ നിരക്ക് തന്നിട്ട് വർഷം കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ വർഷം തന്നിട്ട് പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഈ ഒരു സംഭവം ഓർത്തിരിക്കും.
നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇരട്ടി എന്നാ പറഞ്ഞത് അല്ലേ? ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ടിരട്ടി തന്നെയാണ്. ഇരട്ടി എന്ന് മാത്രം പറഞ്ഞാൽ അത് രണ്ടിരട്ടി തന്നെയാണ്. ഇരട്ടി എന്ന് മാത്രം പറഞ്ഞാൽ അത് രണ്ടിരട്ടിയാണ്. എത്ര വർഷം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഇരട്ടിയാണ്. ഇരട്ടി ആയതുകൊണ്ട് 100 ആണ്. 100/6 അല്ലേ? 100/6 is equal to 100 divided by 6 എത്രയാണ്? റേറ്റ് എത്രയാണ്? 5. 100/5 ഈക്വൽ ടു 20 വർഷം. 20 വർഷം. അപ്പൊ ഉത്തരം കിട്ടി 20 വർഷം. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 25 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 25 വർഷം കൊണ്ട് 3 മടങ്ങായാൽ സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 25 വർഷം കൊണ്ട് 3 മടങ്ങായാൽ പലിശ നിരക്ക് എത്ര? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 25 വർഷം കൊണ്ട് 3 മടങ്ങായാൽ 25 വർഷം കൊണ്ട് 3 മടങ്ങായാൽ പലിശ നിരക്ക് എത്ര? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 25 വർഷം കൊണ്ട് 3 മടങ്ങായാൽ പലിശ നിരക്ക് എത്ര? അപ്പൊ 8% അല്ലേ? യെസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? 3 മടങ്ങ്. ആ 3 മടങ്ങും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ വർഷവും ശ്രദ്ധിക്കണം. 3 മടങ്ങും വർഷവും. യെസ്. 8 അല്ലേ? 8. യെസ്. ഉത്തരം 8%. ഉത്തരം 8%. എന്താ പറഞ്ഞിരിക്കുന്നത്? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 25 വർഷം കൊണ്ട് 3 മടങ്ങായാൽ പലിശ നിരക്ക് എത്ര? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? 3 മടങ്ങ് അല്ലെ? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്? 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ എത്രയാണ്? 200 ആണ്. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ 200 ആണ്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നിരക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 കണ്ടുപിടിക്കണമെങ്കിൽ 200 ഡിവൈഡഡ് ബൈ n എടുത്താൽ മതി. ഇസിക്കൽ ടു 200 ഡിവൈഡഡ് ബൈ n എത്രയാണ്? വർഷം എത്രയാണ്? 25 വർഷം. 200/25 എത്ര കിട്ടും? 8%. പലിശ നിരക്ക് നമുക്ക് കിട്ടി 8%. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക
4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? നാല് വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം? കിട്ടിയോ? 28 വർഷം അല്ലെ? യെസ്, 28 വർഷം. ഇതിന് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഷോർട്ട് കട്ട് ഒന്നും വെച്ച് തൽക്കാലം ഇപ്പൊ നമ്മൾ പഠിക്കുന്നില്ല. കാരണം കാര്യം മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം, എന്നിട്ട് പിന്നെ ഷോർട്ട് കട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. അപ്പൊ 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്ന് പറയുമ്പോൾ പലിശ നിരക്ക് കണ്ടുപിടിക്കാലോ, ഇല്ലേ? 4 വർഷം കൊണ്ട് ഇരട്ടി. 4 വർഷം കൊണ്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാം. പലിശ നിരക്ക് 6 ഇരട്ടി ആയതുകൊണ്ട് 100 നമ്പര്, ഡിവൈഡഡ് ബൈ 4 വർഷം 4 അപ്പൊ 100/4 എത്ര കിട്ടും? 25%. അപ്പൊ നിരക്ക് കിട്ടി 25%, അല്ലേ? നിരക്ക് കിട്ടി 25%. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 8 മടങ്ങാകാൻ എത്ര വർഷം വേണമെന്നാ. 8 മടങ്ങാകാൻ എത്ര വർഷം? 8 മടങ്ങാകാൻ എത്ര വർഷം? അപ്പൊ അറിയാം, 8 മടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ എത്രയാണ്? വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് കണ്ടുപിടിക്കണം. 8 മടങ്ങാകാൻ നമ്മുടെ നമ്പർ എത്രയാണ്? നമ്മുടെ നമ്പർ 700 8 മടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ 700. ഇനി എത്ര വർഷമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 700/6 റേറ്റ് ആണ്. റേറ്റ് എത്രയാണ്? റേറ്റ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 25. അപ്പൊ 700/25 അല്ലേ? 700/25 എത്ര കിട്ടും? 100-നകത്ത് 25 4 തവണ. അപ്പൊ 700-നകത്ത് 28 തവണ.
28 വർഷം. ഉത്തരം 28 വർഷം. മനസ്സിലായോ? മനസ്സിലായോ? ഇത് ഷോർട്ട് കട്ട് ഒന്നുമല്ല, ഇത് പ്രോപ്പർ മെത്തേഡാണ്. ഷോർട്ട് കട്ടിൽ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഇതൊന്നുകൂടി ചെയ്യണം? ഓക്കെ ആണ്. യെസ് യെസ്. ഒന്നുകൂടെ, യെസ്, ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാല്, നമ്മൾ ആദ്യം ചെയ്തത് സാധാരണ പലിശ നിരക്കിൽ ഒരു തുക 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 വർഷം കൊണ്ട് ഇരട്ടിയായി. പിന്നെ ചോദിച്ചിരിക്കുന്നത് 8 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 8 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്നും തന്നിട്ടില്ല, വർഷവും തന്നിട്ടില്ല, നിരക്കും തന്നിട്ടില്ല. 8 മടങ്ങാകാൻ എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ അവിടെ വർഷവും കണ്ടുപിടിക്കണം, നിരക്കും തന്നിട്ടില്ല, അപ്പൊ നിരക്കും കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരെണ്ണം തന്നായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് മറ്റേത് കണ്ടുപിടിക്കായിരുന്നു. അപ്പൊ ഇവിടെ നിരക്കും ഇല്ല, വർഷവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നിരക്ക് കണ്ടുപിടിക്കുന്നു. എങ്ങനെയാ നിരക്ക് കണ്ടുപിടിക്കുന്നത്? 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്ന് പറയുന്നു. 4 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നുവെങ്കിൽ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. R = 4 വർഷമായതുകൊണ്ട്, സോറി, ഇരട്ടി ആയതുകൊണ്ട് 100 നമ്മുടെ നമ്പര്. പിന്നെ 100 ഈ 4 വർഷം, 100/4. ഇപ്പൊ 100/4 25 കിട്ടി. ഈ 25% നിരക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ നിരക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, നിരക്കിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 8 മടങ്ങാകാൻ എത്ര വർഷം? 8 മടങ്ങായതുകൊണ്ട് 700. പിന്നെ 700/6 ആണ്. 6 എത്രയാ? റേറ്റ് എത്രയാ? 25. അപ്പൊ 700/25 എത്ര കിട്ടി? 28 കിട്ടി. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ നിന്ന് നമ്മൾ റേറ്റ് കണ്ടുപിടിച്ചു, അത് രണ്ടാമത്തെ പോർഷനിൽ ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ചെയ്ത പോലെ നമ്മൾ റേറ്റ് 6 കണ്ടുപിടിച്ചു. എന്നിട്ട് ആ 6 വെച്ചിട്ട് വീണ്ടും n കണ്ടുപിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും 6ഉം n അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ അക്ഷയ ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5% സാധാരണ പലിശ നിരക്കിൽ, 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക, 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഒരു നിശ്ചിത കാലയളവ് കൊണ്ട്, ഒരു നിശ്ചിത കാലയളവ് കൊണ്ട്, ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് 4 മടങ്ങായി മാറുന്നു. ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് 4 മടങ്ങായി മാറുന്നു. 4 മടങ്ങായി മാറുന്നു. അതേ കാലയളവ് കൊണ്ട്, അതേ കാലയളവ് കൊണ്ട്, അതേ കാലയളവ് കൊണ്ട് ആ തുക 7 മടങ്ങായി മാറണമെങ്കിൽ, 7 മടങ്ങായി മാറണമെങ്കിൽ, 7 മടങ്ങായി മാറണമെങ്കിൽ പലിശ നിരക്ക്, പലിശ നിരക്ക് എത്ര ആയിരിക്കണം? പലിശ നിരക്ക് എത്ര ആയിരിക്കണം? പലിശ നിരക്ക് എത്ര ആയിരിക്കണം?
പലിശ നിരക്ക് എത്ര ആയിരിക്കണം? പലിശ നിരക്ക് എത്രയായിരിക്കണം? 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക നിശ്ചിത കാലയളവ് കൊണ്ട് 4 മടങ്ങായി മാറുന്നു. അതേ കാലയളവ് കൊണ്ട് ആ തുക 7 മടങ്ങായി മാറണമെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കണം? യെസ് 10 അല്ലെ? യെസ് 10%. യെസ് 10%. ഇതിനും ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. ഷോർട്ട് കട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുകയാണ്. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? 5% ക്വസ്റ്റ്യൻ എഴുതാം. 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് നിശ്ചിത കാലയളവ് കൊണ്ട് 4 മടങ്ങായി മാറുന്നു. അതേ കാലയളവ് കൊണ്ട് ആ തുക 7 മടങ്ങായി മാറണമെങ്കിൽ 7 മടങ്ങായി മാറണമെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കണം? അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? അതേ കാലയളവ് കൊണ്ട് 7 മടങ്ങെന്നാ ചോദിച്ചിരിക്കുന്നത്. അതേ കാലയളവ് കൊണ്ട് 7 മടങ്ങ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് 7 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് കാലയളവാണെന്ന് പറഞ്ഞിട്ടില്ല. അതേ കാലയളവെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ കാലയളവ് അല്ലെങ്കിൽ ആ വർഷം എത്രയാണെന്ന് അറിയത്തില്ല. പിന്നെ ലാസ്റ്റ് നിരക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിരക്കും എത്രയാണെന്ന് അറിയത്തില്ല. വർഷവും അറിയത്തില്ല, നിരക്കും അറിയത്തില്ല. ഏതെങ്കിലും ഒന്നറിയാമായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ ഇവിടെ വർഷവും അറിയത്തില്ല, നിരക്കും അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ ആ ഒരു സെന്റൻസിൽ നിന്നും 5% സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് 4 മടങ്ങാവുന്നു. ആ സെന്റൻസിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ആ നിശ്ചിത കാലയളവ് കണ്ടുപിടിക്കണം, അതായത് വർഷം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വർഷം എടുത്ത് എവിടെ ഇട്ട് കൊടുക്കാം? രണ്ടാമത്തെ സെന്റൻസിൽ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, വർഷം കണ്ടുപിടിക്കാം. വർഷം 5% പിന്നെ 4 മടങ്ങ്. 5% 4 മടങ്ങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഏത്? റേറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് സിഗൽ ടു 5% തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എന്ന് കണ്ടുപിടിക്കാം അല്ലെ? എന്ന് കണ്ടുപിടിക്കാം. എന്ന് സിഗൽ ടു 4 മടങ്ങ് പറഞ്ഞത് കൊണ്ട് നമ്മുടെ നമ്പർ എത്രയാണ്? 4 മടങ്ങ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ നമ്പർ 300. 4 മടങ്ങ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ നമ്പർ 300 ഡിവൈഡഡ് ബൈ 6 അല്ലെ? 300/6 ആണ് എടുക്കേണ്ടത്. ഇസിക്കൽ ടു 300/, റേറ്റ് എത്രയാണ്? റേറ്റ് 5%. അപ്പൊ 300/5 എത്ര കിട്ടും? 60 കിട്ടും. അപ്പൊ 60 വർഷം. അപ്പൊ കാലയളവ് കിട്ടി 60 വർഷം. ഇനി എന്താ ചെയ്യണ്ടേ? 7 മടങ്ങാവാം അല്ലേ? 7 മടങ്ങാവണം. 7 മടങ്ങാവണം. നിരക്കാ കണ്ടുപിടിക്കേണ്ടത്. 6 കണ്ടുപിടിക്കേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? എന്ന് തന്നിട്ടുണ്ട്. എത്ര കിട്ടി? എന്ന് കിട്ടി 60 വർഷം. എന്ന് കിട്ടി 60 വർഷം. 6 കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. 7 മടങ്ങായതുകൊണ്ട് നമ്മുടെ നമ്പർ എത്രയാണ്? 7 മടങ്ങായതുകൊണ്ട് നമ്മുടെ നമ്പർ 600 ആണ്. 7 മടങ്ങായതുകൊണ്ട് നമ്മുടെ നമ്പർ 600 ആണ്. 600 ഡിവൈഡഡ് ബൈ n അല്ലെ? 600 ഡിവൈഡഡ് ബൈ n ഇസിക്കൽ ടു 600 ഡിവൈഡഡ് ബൈ n എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 60 വർഷം. അപ്പൊ 600/60 എത്ര കിട്ടും? 10. നിരക്കാണ്, അതുകൊണ്ട് 10%. ഉത്തരം കിട്ടി 10%. നിരക്ക് കിട്ടി 10%. നോക്കിയേ, ഒരു മനസ്സിലാകാമെന്ന് നോക്കി.
നോക്കിയോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാൾ 400 രൂപ 11% സാധാരണ പലിശയ്ക്ക് 11% സാധാരണ പലിശയ്ക്ക് 13 വർഷത്തേക്കും ഒരാൾ 400 രൂപ 11% സാധാരണ പലിശയ്ക്ക് 13 വർഷത്തേക്കും അതേ തുക 13% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും നിക്ഷേപിച്ചാൽ 12 വർഷത്തേക്കും നിക്ഷേപിച്ചാൽ പലിശ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഒരാൾ 400 രൂപ 11% സാധാരണ പലിശയ്ക്ക് 13 വർഷത്തേക്കും അതേ തുക 13% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും നിക്ഷേപിച്ചാൽ പലിശ തമ്മിലുള്ള വ്യത്യാസം എത്ര? അല്ലേ? യെസ്, 52. ഉത്തരം ശരിയാണ്, 52. ഉത്തരം ശരിയാണ്, 52 രൂപ. എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ 400 രൂപ 11% സാധാരണ പലിശ നിരക്കിൽ 13 വർഷത്തേക്കും അതേ തുക മറ്റൊരാൾ ഇതേ തുക 13% പലിശയ്ക്ക് 12 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പലിശ തമ്മിലുള്ള വ്യത്യാസം.
പലിശ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ ആദ്യം 400 രൂപ 11% നിരക്കിൽ 13 വർഷത്തേക്ക്. അപ്പൊ I സമം PNR/100 ആണ്. അപ്പം I സമം PNR/100 ആണ്. അപ്പൊ ആദ്യത്തെ ആളുള്ളത് ഫസ്റ്റ് I എന്ന് പറഞ്ഞാല് 400 ഗുണം 11% 13 വർഷം ഡിവൈഡ് ബൈ 100. രണ്ടാമത്തെ ആളുള്ളത് സെക്കൻഡ് ആളുള്ളത് 400 ഗുണം 400 തന്നെ എത്ര ശതമാനം 13% എത്ര വർഷത്തേക്ക് 12 വർഷത്തേക്ക് 12 ഡിവൈഡ് ബൈ 100. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാന് ഇവിടെ 400 ഒരുപോലെ ഉണ്ട്, 100 ഒരുപോലെ ഉണ്ട്, 400 ഒരുപോലെ ഉണ്ട്, 100 ഒരുപോലെ ഉണ്ട്, 13 ഒരുപോലെ ഉണ്ട്. അപ്പൊ 400 100 13 400 100 13 ഒരുപോലെ ഉണ്ട്. അപ്പൊ ഇത്രയും സാധനം നമുക്ക് ഒരുപോലെ എടുക്കാം. അപ്പൊ വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി 400 പിന്നെ ഡിവൈഡ് ബൈ 100 പിന്നെ ഇൻറ്റു 13. ഇത്രയും സംഭവങ്ങള് ഈ 400 100 13 രണ്ടിടത്തും ഉണ്ട്. അപ്പൊ അതെല്ലാം ഇനി വെളിയിലെടുത്തു. ബാക്കി ഇനി എന്തൊക്കെ വരും? 11 12 ആണ്. അപ്പൊ വലിയ സംഖ്യ 12 ആണ്. നമുക്ക് 12 മൈനസ് 11 എടുക്കാം അല്ലെ? 12 മൈനസ് 11. നമുക്കറിയാം 12 മൈനസ് 11 എത്രയാണ്? 12 മൈനസ് 11 1 അല്ലേ? 12 മൈനസ് 11 1. ഇൻറ്റു 1 വരും. 400 100 വെട്ടിക്കഴിഞ്ഞാൽ 4 വരും. 13 ഗുണം 4 52 വരും. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി 52. മനസ്സിലായോ? ഒന്ന് നോക്കിയിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറയാം. ഇവിടെ നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് 400 രൂപ 11% നിരക്കില് 13 വർഷത്തേക്ക്. അപ്പൊ അതിന്റെ പലിശ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ I സമം PNR/100. അപ്പൊ 400 ഗുണം 11 ഗുണം 13 ഡിവൈഡഡ് ബൈ 100. അടുത്തത് വീണ്ടും 400 തന്നെ, മുതൽ 400 തന്നെ, പലിശ നിരക്ക് 13, കാലയളവ് 12. അപ്പൊ 400 ഗുണം 13 ഗുണം 12 ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കുന്ന സമയത്ത്, ഇത് തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് 400 രണ്ടിടത്തും വരുന്നുണ്ട്, 100 രണ്ടിടത്തും വരുന്നുണ്ട്, 13 രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ടിടത്തും വരുന്നത് കൊണ്ട് അതെല്ലാം നമ്മൾ ഇനി കോമൺ എടുത്തു. ഈ 400 100 13 ഇത് മൂന്നും നമ്മൾ ഇനി കോമൺ എടുത്തു. ബാക്കി എന്തൊക്കെ വരും? ബാക്കി ഇവിടെ ഒരു 12 വരും, ഇവിടെ ഒരു 11 വരും. 12 മൈനസ് 11 വരും. 12 മൈനസ് 11 എത്രയാണ്? 1. അപ്പൊ 400 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 13 ഇൻറ്റു 1 വരും. 400 100 വെട്ടിയ 4 കിട്ടും. 13 ഗുണം 4 52 കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? അതിര് മനസ്സിലായോ? ആ ഇടയിൽ ഒരു സ്റ്റെപ്പ് ഞാൻ മായ്ച്ചു കളഞ്ഞാണ്. അത് എഴുതണോ? ആ സ്റ്റെപ്പ് ഒന്നുകൂടി എഴുതണോ? ഈ 12 മൈനസ് 11. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ സാധാരണ പലിശ അത്രയൊക്കെ ഉള്ളു ഏകദേശം. അപ്പൊ നമുക്കിനി അടുത്ത കൂട്ടുപലിശയിലോട്ട് കിടക്കാം.
കൂട്ടു കൂട്ടുപലിശ. ഓക്കെ, കൂട്ടുപലിശ നമ്മൾ പറഞ്ഞായിരുന്നു. കൂട്ടുപലിശയിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടത്തില്ല? നമുക്ക് ഡയറക്റ്റ് പലിശ കിട്ടത്തില്ല. നമുക്ക് എന്താ കിട്ടുന്നത്? ശരിക്കും തുകയാണ് കിട്ടുന്നത്. തുകയാണ്. ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ദി ഹോൾ റൈസ് ടു എൻ. ഇത് തുകയാണ്. ഈ തുകയിൽ നിന്നും പലിശ ഈസ് ഈക്വൽ ടു പലിശ ഐ ഈസ് ഈക്വൽ ടു ഈ എമൗണ്ടിൽ നിന്നും എന്ത് കുറയ്ക്കണം? പി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എമൗണ്ടിൽ നിന്നും പി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പലിശ കിട്ടുന്നത്. അപ്പൊ പലിശയും മുതലും ചേർത്തിട്ടുള്ള തുക ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിൽ നിന്നും മുതൽ കുറയ്ക്കും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അത് അതിന്റെ ആദ്യത്തെ ഒരു കാര്യം. പിന്നെ 3 തരത്തില് പലിശയുണ്ട്. വാർഷിക പലിശയുണ്ട്, അതുപോലെ അർദ്ധവാർഷികമുണ്ട്, അതുപോലെ പാദവാർഷികമുണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് പലിശ കണ്ടുപിടിക്കുന്നത്. ഒന്ന് വാർഷിക പലിശ, പിന്നൊന്ന് അർദ്ധവാർഷിക പലിശ, പിന്നീടുള്ളത് പാദവാർഷിക പലിശ. അപ്പൊ വാർഷിക പലിശ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 തവണ, അതായത് 6 മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്നു. പാദവാർഷികം എന്ന് പറഞ്ഞാല് വർഷത്തില് എത്ര തവണ? 4 തവണ. അതായത് 3 മാസം കൂടുമ്പോൾ എന്ത് കണ്ടുപിടിക്കും? 3 മാസം കൂടുമ്പോൾ പലിശ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഒരു വർഷത്തിൽ 4 തവണ പലിശ കണ്ടുപിടിക്കണം. അപ്പൊ ഈ 3 രീതിയിലാണ് നമ്മൾ കൂട്ടുപലിശയിൽ പലിശ കണ്ടുപിടിക്കുന്നത്. വാർഷിക പലിശയാണെങ്കിൽ കുഴപ്പമില്ല. ആറിനും എന്നിനും ഒന്നും മാറ്റമൊന്നുമില്ല. ആറും എന്നും ഒക്കെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതേപോലെ കൊടുത്തങ്ങ് ചെയ്താൽ മതി, വാർഷിക പലിശയാണെങ്കിൽ. അർദ്ധവാർഷികമാണെങ്കിൽ റേറ്റിനെ എന്ത് ചെയ്യണം? 6നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം, പകുതി എടുക്കണം. ഇപ്പൊ 10% പലിശ നിരക്ക് തരുന്നതെങ്കിൽ, 10% അതിന്റെ പകുതി 5% നമ്മൾ എടുക്കാം. കാരണം ഈ 10% എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള പലിശ നിരക്കാണ്. നമുക്ക് അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ പകുതി മതി, 6 മാസത്തേക്കുള്ളത് മതി. ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ 6 മാസത്തേക്ക് 5%. ഓക്കെ, അപ്പൊ റേറ്റിനെ എപ്പോഴും എത്ര കൊണ്ട് ഹരിക്കണം? 2 കൊണ്ട് ഹരിക്കണം അർദ്ധവാർഷിക പലിശ കണക്കാക്കുമ്പോൾ. അതുപോലെ കാലയളവ്, ഇപ്പൊ 1 വർഷം എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഒരു വർഷത്തിൽ നമുക്ക് 1 തവണ കണ്ടുപിടിച്ചാൽ പോരാ. എത്ര തവണ പലിശ കണ്ടുപിടിക്കണം? അർദ്ധവാർഷികമാണെങ്കിൽ 2 തവണ പലിശ കണ്ടുപിടിക്കണം. 6 മാസം കൂടുമ്പോൾ ഒരു പലിശ, വീണ്ടും അടുത്ത 6 മാസം ആകുമ്പോൾ വീണ്ടും ഒന്നുകൂടി പലിശ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്നിനെ എത്ര കൊണ്ട് ഗുണിക്കണം? എന്നിനെ 2 കൊണ്ട് ഗുണിക്കണം. 2 ഇൻറ്റു n എടുക്കണം. ഓക്കെ, അപ്പൊ റേറ്റ് പകുതി എടുക്കണം, R/2 ആക്കണം. n എന്ത് ചെയ്യണം? എന്നിനെ 2n 2 കൊണ്ട് ഗുണിക്കണം. അതായത് 1 വർഷം എന്ന് പറഞ്ഞാലും നമ്മളത് 2 വർഷത്തെ പലിശ കണക്കാക്കുന്ന പോലെ വേണം അത് ചെയ്യാൻ. മനസ്സിലായോ? യെസ്. അതുപോലെ പാദവാർഷികത്തിന്റെ കാര്യം പറഞ്ഞാൽ 3 മാസം കൂടുമ്പോഴാണ് പലിശ കണ്ടുപിടിക്കുന്നത്. 3 മാസം പലിശ കണ്ടുപിടിക്കും, വീണ്ടും അടുത്ത 3 മാസം, വീണ്ടും അടുത്ത 3 മാസം, വീണ്ടും അടുത്ത 3 മാസം. അപ്പൊ അങ്ങനെ ഒരു വർഷത്തില് 4 തവണ പലിശ കണക്കാക്കുന്നുണ്ട്. അപ്പൊ റേറ്റ് എന്ത് ചെയ്യണം? റേറ്റിന് നമ്മള് 4 തവണ കണ്ടുപിടിക്കാനുള്ള റേറ്റാ തരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് 1 തവണ കണ്ടുപിടിക്കാനുള്ള റേറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? റേറ്റിനെ എത്ര കൊണ്ട് ഹരിക്കണം? റേറ്റിനെ 4 കൊണ്ട് ഹരിക്കണം. 6നെ 4 കൊണ്ട് ഹരിക്കണം. അതുപോലെ കാലയളവ് 1 വർഷം എന്നായിരിക്കും പറയുന്നേ. നമ്മളത് എത്ര വർഷത്തെ പോലെ വേണം ചെയ്യാൻ? 4 വർഷത്തെ പോലെ വേണം ചെയ്യാൻ. 4n ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ n എന്ന് പറഞ്ഞാൽ 4n ആവും. 4 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായോ? 1 വർഷം എന്ന് പറഞ്ഞാൽ 4 വർഷത്തേക്ക് വേണം ചെയ്യാൻ. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാമല്ലേ?
യെസ്. പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 30,000 രൂപയ്ക്ക് പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 30,000 രൂപയ്ക്ക് പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 30,000 രൂപയ്ക്ക് 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ എത്ര? 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ എത്ര? പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 30,000 രൂപയ്ക്ക് 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ എത്ര? പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 30,000 രൂപയ്ക്ക് 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ. പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 30,000 രൂപയ്ക്ക് 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ എത്ര? കൂട്ടുപലിശ എത്ര? പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 30,000 രൂപയ്ക്ക് 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ എത്ര? ഉത്തരം കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 30,000 രൂപയ്ക്ക് 12% നിരക്കിൽ 6 മാസത്തെ കൂട്ടുപലിശ എത്ര? അപ്പൊ ആദ്യം തന്നെ പറയാം, പ്രിൻസിപ്പൽ എത്രയാണ്? പ്രിൻസിപ്പൽ 30,000. പ്രിൻസിപ്പൽ 30,000. റേറ്റ് എത്രയാണ്? റേറ്റ് 12 അല്ല. പാദവാർഷികമായതുകൊണ്ട് 12-നെ എത്ര കൊണ്ട് ഹരിക്കണമെന്നാ നമ്മൾ പറഞ്ഞേ? പാദവാർഷികമായതുകൊണ്ട് 12-നെ എത്ര കൊണ്ട് ഹരിക്കണമെന്നാ പറഞ്ഞേ? 4 കൊണ്ട് ഹരിക്കണമെന്നാ പറഞ്ഞേ. 4 കൊണ്ട് ഹരിക്കണമെന്നാ പറഞ്ഞേ. ഈ 4 കൊണ്ട് ഹരിക്കേണ്ടത് എപ്പോഴാണ്? 4 കൊണ്ട് ഹരിക്കേണ്ടത് 1 വർഷത്തേക്കല്ലേ? 1 വർഷത്തെ കാര്യം പറയുമ്പോഴല്ലേ 4 കൊണ്ട് ഹരിക്കേണ്ടത്, അല്ലേ? 1 വർഷത്തെ കാര്യം പറയുമ്പോഴാണ് 4 കൊണ്ട് ഹരിക്കേണ്ടത്. കാരണം 1 വർഷത്തിൽ 4 തവണ നമ്മൾ പലിശ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞത്. 6 മാസത്തേക്കാണെങ്കിൽ 4 കൊണ്ട് ഹരിക്കണോ? പാദവാർഷിക പലിശ 6 മാസത്തേക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 4 കൊണ്ട് ഹരിക്കണോ? വേണ്ട. 1 വർഷത്തേക്കാണ് 4 കൊണ്ട് ഹരിക്കേണ്ടത്.
6 മാസത്തേക്കാവുമ്പോൾ എത്ര കൊണ്ട് ഹരിച്ചാ മതി? യെസ്, 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? 2 കൊണ്ട് ഹരിച്ചാൽ മതി. കാരണം 3 മാസം കൂടുമ്പോഴാണ് പാദവാർഷിക പലിശ കണ്ടുപിടിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ. അപ്പൊ 6 മാസത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ നമുക്ക് കണ്ടുപിടിക്കണം? ആദ്യം ഒരു 3 മാസം, പിന്നൊരു 3 മാസം. അപ്പൊ 6 മാസം ആവുമല്ലോ. അപ്പൊ 2 തവണ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് പലിശയെ 2ആയിട്ട് ഹരിച്ചാൽ മതി. അപ്പൊ 12നെ 12/2 6% പലിശ. ഓക്കെ. ഇനി കാലയളവ് 6 മാസം എന്നാ പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 6 മാസം എന്നാ പറഞ്ഞിരിക്കുന്നത്. 6 മാസം അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? 2 വർഷം. 2 വർഷത്തെ കണ്ടുപിടിക്കുന്ന പോലെ എടുക്കാം. 2 വർഷം കാണുന്ന പോലെ. 2 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. ഓക്കെ. 6 മാസം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് 2 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. കാരണം എന്താ? 3 മാസം ആകുമ്പോൾ 1 വർഷം കണക്കാക്കുന്ന പോലെ നമ്മൾ എടുക്കുന്നത്. വീണ്ടും 3 മാസം കൂടായി. അപ്പൊ 6 മാസത്തിൽ എത്ര തവണ? 2 തവണ. അപ്പൊ 2 വർഷത്തേക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ഇനി ചെയ്യാലോ. അപ്പൊ പി = 30,000, റേറ്റ് 6%, കാലയളവ് N 2 വർഷം. അപ്പൊ എങ്ങനെ നമുക്ക് എമൗണ്ട് ആണ് കിട്ടുന്നത്? എമൗണ്ട് A = P × 1. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ബാക്കി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ. യെസ്. പാദവാർഷികം എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ പലിശ കണ്ടുപിടിക്കുന്ന രീതിയാണ് പാദവാർഷികം. 3 മാസം കൂടുമ്പോൾ. ഓക്കെ. നമുക്കിവിടെ 6 മാസത്തെ കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 6 മാസത്തെ കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ 6 മാസത്തിൽ എത്ര തവണ പലിശ കണ്ടുപിടിക്കണം? അശ്വിനി പറഞ്ഞു. അശ്വിനി കൂടെ പറഞ്ഞു. 6 മാസത്തിൽ എത്ര തവണ പലിശ കണ്ടുപിടിക്കണം? 2 തവണ അല്ലെ? 2 തവണ. അപ്പൊ അതുകൊണ്ട് ഈ 2 തവണ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളെ 2 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ ഇത് ചെയ്യുന്നത്. അപ്പൊ N = 2 വർഷം അങ്ങനെ എടുത്താണ് ചെയ്യുന്നത്. ഇനി റേറ്റ് 6 മാസത്തേക്കാണ് 12%. നമുക്ക് 3 മാസത്തേക്ക് മതി. അപ്പൊ അതിന്റെ പകുതി മതി. ഓക്കെ. 6 മാസത്തേക്കാണ് 12%. അപ്പൊ 3 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി മതി. അപ്പൊ 12/2. അങ്ങനെ റേറ്റ് എത്ര കിട്ടി? 6% കിട്ടി. ഇത് നമുക്ക് ചെയ്യാം. 1 to 1 ഓർമ്മയുണ്ടോ? എങ്ങനെ ചെയ്യണം? 1 to 1 വെച്ച് ചെയ്യണോ അതോ അല്ലാതെ ഇക്വേഷൻ വെച്ച് ചെയ്യണോ? 1 to 1 വെച്ച് ചെയ്യണോ ഇക്വേഷൻ വെച്ച് ചെയ്യണോ? 1 to 1 വെച്ച് ചെയ്യണോ ഇക്വേഷൻ വെച്ച് ചെയ്യണോ? യെസ്, 1 to 1. ഓക്കെ. എല്ലാവർക്കും അപ്പൊ അത് തന്നെ 1 to 1 വെച്ച് ചെയ്യാം. 1 to 1 വെച്ച് ചെയ്യുന്ന സമയത്ത് 2 വർഷത്തെ ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. 2 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. 1 to 1 വെച്ച് ചെയ്യാം. മുതൽ 30,000. പലിശ നിരക്ക് 6%. റേറ്റ് 6%. അതുപോലെ N 2 നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ 30,000ന്റെ 6% എത്ര കിട്ടും? 30,000ന്റെ 6%. 30,000ന്റെ 6% എന്ന് പറഞ്ഞാൽ 1,800 അല്ലെ? 30,000ന്റെ 6% എത്ര കിട്ടും? 1,800 കിട്ടും. ഇനി 30,000ന്റെ 6%, 6/100, അതാണ് 1,800 കിട്ടിയത്. ഇനി 1,800ന്റെ 6% കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 8 6 48. 48 10 × 6 108 അല്ലെ? 108 വരും. 108 വരും. കഴിഞ്ഞു. കൂട്ടുപലിശയല്ലേ ചോദിച്ചിരിക്കുന്നത്? കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ എന്തൊക്കെ വരും? 2 × 800 വരും. 2 × 1,800 വരും. 2 × 1,800 വരും. പ്ലസ് 1 × 108 വരും. 1 × 108 വരും.
2 ഗുണം 1800, 3600, 3600 108, 3708, 3600 108, 3708 നമുക്ക് കിട്ടി. കൂട്ടുപലിശ 3708 രൂപ. 3708 രൂപ. മനസ്സിലായോ? ഒന്ന് നോക്കിയേ, 1 മിനിറ്റ് ഒന്ന് നോക്കിയേ. നോക്കിയിട്ട് സ്റ്റെപ്പൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. നോക്കിയിട്ട് മനസ്സിലാവാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. പലിശ നിരക്ക് എടുക്കുന്ന, യെസ്, പലിശ നിരക്ക് എടുക്കുന്ന ഒന്നുകൂടെ പറയാം. ബാക്കിയെല്ലാം ഓക്കെ ആണോ? ചെയ്ത സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഓക്കെ ആണോ? അത് ഞാൻ പ്രത്യേകം പറയാം. പലിശ നിരക്ക് എടുക്കുന്നത് ഞാൻ പ്രത്യേകം പറയാം. സ്റ്റെപ്പ് കാര്യങ്ങളും എല്ലാം ഓക്കെ ആണോ? ഡിവൈഡ് ബൈ 4 എന്നല്ലേ പറഞ്ഞു? യെസ്, ഡിവൈഡഡ് ബൈ 4 എന്നാണ് പറഞ്ഞത്. യെസ്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. അപ്പോൾ അവിടെ എന്തിനാ രണ്ട്? യെസ്, നല്ല സംശയം, നല്ല സംശയമാണ്. നമ്മള് 1 വർഷത്തേക്കാണ് 2 ഇയേഴ്സ് എടുക്കുന്നത്, മനസ്സിലായില്ലേ? യെസ്, അപ്പൊ അതെല്ലാം പ്രത്യേകം പറഞ്ഞുതരാം. അതൊക്കെ ഞാൻ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ? 9 മന്ത് ആകുമ്പോൾ ഡിവൈഡ് ബൈ 3 എടുക്കണം. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. അങ്ങനെ തന്നെ. 9 മാസമാണെങ്കിൽ ഡിവൈഡ് ബൈ 3, അങ്ങനെ തന്നെ. 9 മാസമാണെങ്കിൽ ഡിവൈഡ് ബൈ 3, അത് തന്നെ. എന്നിട്ട് എത്ര വർഷമാക്കി എടുക്കും? എത്ര വർഷത്തെ പോലെ ചെയ്യും? അതില് 9 മാസമാണെങ്കിൽ എത്ര വർഷം ചെയ്യുന്ന പോലെ ചെയ്യും? 3 വർഷം ചെയ്യുന്ന പോലെ ചെയ്യും. അത്രേ ഉള്ളു. യെസ്, കറക്റ്റ്. 3 വർഷം ചെയ്യുന്ന പോലെ ചെയ്യും. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനിൽ കൊടുത്ത കൂട്ടുപലിശ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 108 അല്ലേ കൂട്ടുപലിശ? അല്ല, 108 അല്ല കൂട്ടുപലിശ. ഇതും വരും, ഇതും വരും. അപ്പം ആദ്യ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നോക്കിയിട്ടില്ല അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചത് റിവൈസ് ചെയ്തിട്ടില്ല. കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഇതും വരും, ഇതും വരും. ഇത് രണ്ടും വരും. സാധാരണ പലിശയാണ് ഇത് മാത്രം വരുന്നത്. ഇത് സാധാരണ പലിശ, ഇതും എടുത്തു കഴിഞ്ഞാൽ കൂട്ടുപലിശ. ഓക്കെ, ഇതും ഇതുകൂടെ എടുത്താൽ കൂട്ടുപലിശ. അവസാനത്തെ മാത്രം എടുത്താൽ വ്യത്യാസം. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. യെസ്, ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. ഇതെല്ലാവർക്കും ഓക്കെയാണ്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം ആ ഒരു സംഭവം. പാദവാർഷികത്തിന്റെ ആ ഒരു കാര്യം പ്രത്യേകം പറയാം. പാദവാർഷികം ഓക്കെ. പാദവാർഷികം എന്ന് പറഞ്ഞാൽ അറിയാലോ, 3 മാസം കൂടുമ്പോൾ പലിശ കണ്ടുപിടിക്കുന്നതാണ്. 3 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്ന രീതി. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്ന് എഴുതാം. 6 എന്നും 6 2 കോളം കിടക്കട്ടെ. 3 മാസമാണെങ്കിൽ 3 മാസമാണെങ്കിൽ 3 മാസമാണെങ്കിൽ 3 മാസമാണെങ്കിൽ എന്ന് എത്രയാണ്? എന്ന് എത്രയാണ് 3 മാസമാണെങ്കിൽ? യെസ്, 1 വർഷത്തെ ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. ഓക്കെ, 1 വർഷത്തെ ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. 1 വർഷത്തെ ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. റേറ്റ് മാറ്റമൊന്നുമില്ല. റേറ്റ് തന്നെ. റേറ്റ് തന്നെ. റേറ്റിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, റേറ്റിന് മാറ്റമൊന്നുമില്ല. ഇനി 6 മാസമാണെങ്കിൽ 6 മാസമാണെങ്കിൽ എത്രയാണ്? എത്രയാണ്? യെസ്, എത്രയാണ്? പറഞ്ഞോ, എല്ലാരും പറഞ്ഞോ. 6 മാസമാണെങ്കിൽ എത്രയാണ്? 2 ആണ്. 2 വർഷത്തെ ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. റേറ്റ് എത്രയാണ്? റേറ്റ് എത്രയാണ്? റേറ്റ് എത്രയാണ്?
റേറ്റ് എത്രയാണ്? ആ 3 റേറ്റ് എത്രയാണ്? R/2. റേറ്റ് R/2. അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. R/2 എടുക്കണം. R/2 എടുക്കണം. 2 കൊണ്ട് ഹരിക്കണം. റേറ്റിനെ 2 കൊണ്ട് ഹരിക്കണം. ഇനി 9 മാസമാണെങ്കിൽ n എത്രയാണ്? യെസ്. n എത്രയാണ്? യെസ്. n 3 വർഷത്തെ പോലെ വേണം ചെയ്യാൻ. 3 വർഷത്തെ പോലെ വേണം ചെയ്യാൻ. യെസ്. റേറ്റ് എത്രയാണ്? റേറ്റ് R/3. യെസ്. R/3. യെസ്. R/3. അങ്ങനെ പോയി ആണ് 12 മാസം അല്ലെങ്കിൽ ഒരു വർഷം. 12 മാസം അല്ലെങ്കിൽ ഒരു വർഷം. ഒരു വർഷത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ n എത്രയായിട്ടാണ് എടുക്കുന്നത്? n 4ആയിട്ടാണ് എടുക്കുന്നത്. n 4ആയിട്ടാണ് എടുക്കുന്നത്. റേറ്റോ? റേറ്റിനെ എത്ര കൊണ്ട് ഹരിക്കണമെന്നാ പറഞ്ഞത്? റേറ്റിനെ R/4 എടുക്കണം. R/4 മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. യെസ്. വെരി ഗുഡ്. എല്ലാവർക്കും ആതിരയ്ക്ക് മനസ്സിലായോ? ഇതേ കാര്യം തന്നെ അർദ്ധവാർഷികത്തിൽ ഞാൻ പറയാം. അർദ്ധവാർഷികത്തിലും ഇതേ കാര്യം പറയാം. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാല് 6 മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്ന രീതി. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്ന രീതി. 6 മാസം കൂടുമ്പോൾ പലിശ കാണണം. 6 മാസം കൂടുമ്പോൾ പലിശ കാണണം. അതാണ് എന്ത്? അർദ്ധവാർഷികം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റേറ്റ് എഴുതാം. n എഴുതാം. റേറ്റ് R എഴുതാം. 6 മാസമാണെങ്കിൽ അത് എതുപോലെ ചെയ്യുന്നത്? എത്ര വർഷത്തെ പോലെ ആയിരിക്കും അത് ചെയ്യുന്നത്? 6 മാസമാണെങ്കിൽ അത് എത്ര വർഷത്തേക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്? യെസ്. എത്ര വർഷത്തേക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്? 1 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. 6 മാസമാണെങ്കിൽ 1 വർഷത്തെ ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. അതുപോലെ റേറ്റിന് മാറ്റമില്ല. ആ തന്നിരിക്കുന്ന റേറ്റ് അതുപോലെ തന്നെ എടുത്താൽ മതി. ആ റേറ്റ് അതുപോലെ തന്നെ എടുത്താൽ മതി. ഇനി 12 മാസമാണെങ്കിൽ അത് എത്ര വർഷത്തേക്ക് കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കണ്ടേ? യെസ്. 2 വർഷത്തേക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. 2 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ ചെയ്യണ്ടേ. അവിടെ റേറ്റിനെ എത്ര കൊണ്ട് ഹരിക്കണം? റേറ്റിനെ 2 കൊണ്ട് ഹരിക്കണം. മനസ്സിലായോ? റേറ്റിനെ 2 കൊണ്ട് ഹരിക്കണം. ഇതാ വ്യത്യാസം. എപ്പോഴും വാർഷിക പലിശയാണ് തരുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ഇനി 18 മാസമാണ് തരുന്നതെങ്കിലോ? 18 മാസം എത്ര? n എത്രയായിട്ട് എടുക്കണം? യെസ്. n എന്ന് പറയുമ്പോൾ 3 വർഷം ചെയ്യുന്ന പോലെ ചെയ്യണം. 3 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ ചെയ്യണം. ഓക്കെ. 3 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. 24 മാസമാണെങ്കിൽ എത്രയായിട്ട് വേണം ചെയ്യാൻ? 4 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. 4 വർഷത്തേക്ക് ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. അതുപോലെ ഇവിടെ പലിശ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് റേറ്റിനെ എത്ര കൊണ്ട് ഹരിക്കണം? ഇവിടെ റേറ്റിനെ 3 കൊണ്ട് ഹരിക്കണം. ഇവിടെ റേറ്റിനെ 4 കൊണ്ടും ഹരിക്കണം. മനസ്സിലായോ? ഇതാണ് ആ വ്യത്യാസം. ഓക്കെ. അപ്പൊ അത്രയും നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.